ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കിഫ ഹാലക്കും, എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പൊ ദേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കണ്ടന്റ് നിങ്ങളുമായിട്ട് ഡിസ്കഷൻ ചെയ്യാനാണ്. സോ എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും എക്സാം തുടങ്ങാറായി, ഓണം എക്സാം തുടങ്ങാറായി. സോ അത് ഈസി ആക്കി കൊണ്ടുവരാനുള്ള എല്ലാ ട്രിക്കുകളായിട്ടാണ് മാം വന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാവുന്നത് ഒരു ഗ്രാമർ പോർഷനാണ്. ഓക്കെ, അറബിക്കിൽ നിങ്ങൾ എല്ലാവരും പേടിക്കുന്ന ഒരു പോർഷനാണ് ഗ്രാമർ, അല്ലെ? അത് നമുക്ക് ഇന്നൊന്ന് ഡിസ്കഷൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വളരെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും നന്നായി സന്തോഷമായിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. യെസ്, ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ, അതായത് ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എന്താ പറയുക, അതിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ അല്ല, സെക്കൻഡ് ചാപ്റ്ററിൽ വന്നിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഒരു പോർഷൻ. അതായത് പേജ് നമ്പർ 16, അല്ലേ മാം? പേജ് നമ്പർ എടുക്കുമായിരുന്നു. പേജ് നമ്പർ 16ലാണ് ഈ ഒരു പോർഷൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ അതിന് എന്താണ് ഫിഅൽ മാലി, എന്താണ് ഫിഅൽ മുലാരി എന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇത് ഫിഅൽ മാലിയുടെ ഒരു പോർഷനാണ്. ഫിഅൽ മാലിയെ നമ്മൾ എങ്ങനെ സർഫാക്കി എഴുതാം എന്നുള്ള ഒരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, ബേസിക്കലി നമുക്കറിയാം ഫിഅൽ മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസും ഫിഅൽ മുലാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ടെൻസുമാണ്, അല്ലെ? അപ്പൊ നോക്കിയേ, ഫഅല എന്നുള്ള ക്രിയയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫഅല കണ്ടില്ലേ? ഫഅല അതൊരു ഫിഅൽ മാലിയാണ്. ബിക്കോസ് അതിന്റെ കൂടെ യാ ഓ അതൈന എന്ന് പറയുന്ന അലിഫ്, ത, നൂന്, യ ഇതുപോലെയുള്ള ഒരു ലെറ്ററും ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല. സോ ഇതിനെ നമ്മൾ ഫിഅൽ മാലി എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ ബേസിക്കലി പഠിക്കേണ്ടത് മുഫ്രദ് എന്താണ്, മുസന്ന എന്താണ്, ജംഅ എന്താണ്, അത് നമ്മൾ വേഗം പഠിച്ചിട്ട് പോവാം. മുഫ്രദ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ഫോം ആണ്. മുസന്ന എന്ന് പറഞ്ഞാൽ ഡ്വെൽ ആണ്. അതേപോലെ പിന്നെ ജംഅ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഫോം ആണ്. അതായത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, ഇനി മുദക്കർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, അല്ലെ? മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ബേസിക്കലി പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. സോ അത് അങ്ങനെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ക്യാച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ, ഫഅല എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരു ബോയ് പ്രവർത്തിച്ചു, അല്ലെ? ഇവിടെ എന്താണ്? ഇത് ബോയ് ആണ്, മുദക്കറാണ്, അല്ലെ? അപ്പൊ ഒരു ബോയ് എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. എന്നാൽ ഫഅല എന്ന് പറഞ്ഞാൽ എത്ര ബോയ്സ് ആണ്? 2 ബോയ്സ് ആണ് പ്രവർത്തിച്ചത്. ഇതിൽ എക്സ്ട്രാ വന്നിട്ടുള്ളത് അലിഫാണ്. ഏതാണ്? അലിഫാണ് ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത്. ഫഅലു എന്ന് പറഞ്ഞാൽ 3ഓ അതിലധികമോ ബോയ്സ്, അതായത് 2ഓ അതിലധികമോ ബോയ്സ് എന്ത് ചെയ്യാണ്? പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത് വാവ് പ്ലസ് അലിഫാണ്. ഓക്കെ, അപ്പോ മുഫ്രദിനെ നമ്മൾ ബേസിക് ആയിട്ടുള്ളത് പറയും. മുസന്നയിൽ നമ്മൾ അലിഫിനെ ചേർത്ത് കൊടുക്കും. ജമഅയിൽ നമ്മൾ വാവിനെയും അലിഫിനെയും ചേർത്ത് കൊടുക്കും. ഓക്കെ, അത് ആർക്കാണ്? മുദക്കറില്, അതായത് പുരുഷന്മാരിൽ പറയുമ്പോൾ. എന്നാൽ സ്ത്രീകളെ വെച്ച് പറയുന്ന സമയത്ത് നോക്കിയേ, ഫഅലയുടെ കൂടെ സ്ത്രീയുടെ സിമ്പിൾ ആയിട്ടുള്ള താഇനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫഅലത്ത്, അല്ലെ? ഫഅലത്ത്. താ ആരുടെ ഫ്രണ്ടാണ്? വുമൻസിന്റെ ഫ്രണ്ടാണ് താ. അപ്പൊ നോക്കിയേ, ഫഅലത്ത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫഅലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗേൾ പ്രവർത്തിച്ചു. ഫഅലത 2 ഗേൾസ് പ്രവർത്തിച്ചു. ഫഅൽന ഒരുപാട് ഗേൾസ്, 3ഓ അതിലധികമോ ഗേൾസ് എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. ഇതാണ് ഈ ഒരു ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡ് നോക്കിയേ. ഇത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുലാരിയയില്. മുലാരി ബേസിക്കലി നമ്മളെല്ലാം പഠിച്ചു വെച്ചത് യാ ചേർന്നാൽ ഒരു വേർഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ യാ വന്നിട്ടുണ്ടെങ്കിൽ അത് മുലാരിയാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത്. പക്ഷേ അവിടെ യാ മാത്രല്ല, അതൈന, അലിഫ്, ത, യാ, നൂന് ഇതൊക്കെ വന്നാലും ഫിഅൽ മുലാരിയിലാണ് പരിഗണിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, യാ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. യഫ് അലു, അല്ലെ? ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ബോയ് ആണ് പ്രവർത്തിച്ചത്, അതായത് പ്രവർത്തിക്കുന്നു, അല്ലെ? മീനിങ് പറയുകയാണെങ്കിൽ പ്രവർത്തിക്കുന്നു. അടുത്തത് യഫ് അലാനി, എത്ര ബോയ്സ് ആണ്? 2 ബോയ്സ് പ്രവർത്തിക്കുന്നു. യഫ് അലൂന 3ഓ അതിലധികമോ ബോയ്സ് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ക്ലിയർ ആണല്ലോ?
അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നു ഫിഅല് മാലിയില് ഫഅലന്റെ കൂടെ താ ചേർത്താൽ മതി, എന്തായി മാറും? ഫിഅല് മാലിയായി മാറും, മുഅന്നസായി മാറും. എന്നാൽ ഫിഅല് മുലാരിയില് ലാസ്റ്റ് ആണോ നമ്മൾ താഇനെ ചേർക്കുക? അല്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റിൽ നമ്മൾ താഇനെ ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോ ഒരു ഗേൾ പ്രവർത്തിക്കുന്നു, തഫഅലാനി രണ്ട് ഗേൾസ് പ്രവർത്തിക്കുന്നു, യഫ്അൽന കുറേ ഗേൾസ് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കിയേ, നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം സാധനത്തിന്റെ ഒരു ഫില്ലിംഗ് ആണ് ജലസ. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ജലസ, ജലസു. അടുത്തത് ജലസത്ത്. കണ്ടോ, മാളിയിലാവുമ്പോ നോക്കിയേ, മാളിയിലാവുമ്പോ താഇനെ നിങ്ങൾക്ക് ലാസ്റ്റ് ആണ് കാണാൻ പറ്റുന്നത്. ജലസത്ത, ജലസ്ന, അല്ലേ? ഓക്കെ, അടുത്തത് മുലാരിയിലാവുമ്പോ നോക്കിയേ, യജിലിസു, യജിലിസാനി, അല്ലെ? യജിലിസാനി, യജിലിസൂന. കണ്ടോ, മുലാരിയിലാവുമ്പോ എവിടെയാ ഉള്ളത്? ഫസ്റ്റിലാണ് നമ്മൾ താഇനെ കാണുന്നത്. തജിലിസു, തജിലിസാനി, യജിലിസ്ന. കണ്ടോ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ നമ്മൾ ഇതിനെ ഫില്ല് ചെയ്തു. ഓക്കെ, ഇത് വളരെ ഈസി ആണ്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിന് നിങ്ങൾക്ക് ഇതേ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരിക. അത് നിങ്ങളെ പാഠഭാഗത്തുണ്ട്. സോ എല്ലാവരും പാഠഭാഗം എത്രയാണ് നന്നായിട്ട് ശ്രദ്ധിക്കണം. 16ാമത്തെ പേജിലാണ് അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. യെസ്, ഓക്കെ, 16ാമത്തെ പേജിലാണ് അതിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. വഫി ദാലിക്കൽ യൗമി സുർന ബൈത്ത് സൈനബ് ഫമാദാ റഅയ്ന. നമ്മൾ ആ ദിവസം സൈനബിന്റെ വീട്ടിൽ സന്ദർശിച്ചു. അവിടെ എന്താണ് കാണാൻ പറ്റിയത്? നക്തുബുൽ ഹിക്കായ അസ്സാബിഖ ബിതബ്ദീലിൽ അഫ്ആലിൽ മാലിയ ഇലൽ മുളാരി. അല്ലേ? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഹിക്കായ. ഈ ഹിക്കായയില് ഇവിടെ തന്നിട്ടുള്ള മാലിയായിട്ടുള്ള വേർഡ്സിനെയൊക്കെ നമ്മൾ മുലാരിയാക്കി മാറ്റണം. ഓക്കെ, മാലിയായിട്ടുള്ള വേർഡ്സിനെയൊക്കെ നമ്മൾ എന്താക്കണം? മുലാരിയാക്കി മാറ്റണം. നേരത്തെ നമ്മൾ പഠിച്ച അതേ രൂപത്തിൽ ചെയ്താൽ മതി. വെരി 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 ഈസിയാണ്. നമുക്കൊന്ന് നോക്കാം. റജഅത്ത്, അല്ലെ? റജഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് റജഅത്ത്? അവൾ മടങ്ങി, അല്ലെ? അപ്പൊ റജഅത്തിന്റെ മുലാരിയായ ഫോമിനെ നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം റജഅ എന്ന് എഴുതുക, എന്നിട്ട് അതിനെ റജഅ, റജഅ, റജഉ, റജഅത്ത്, അല്ലെ? അത് അതിന്റെ ഫസ്റ്റ് ഫോമാണ്. റജഅത്ത് എന്നുള്ളത് സ്ത്രീലിംഗത്തിലെ ഫസ്റ്റ് ഫോമാണ് എന്ത്? റജഅത്ത് എന്നുള്ളത്, അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാ? റജഅനെ മുലാരിയാക്കാം. ഓക്കെ, റജഅനെ മുലാരി എന്താണ്? യർജിഉ എന്നാണ് റജഅന്റെ മുലാരി, അല്ലെ? ഇനി യർജിഉ എന്നുള്ളതിന്റെ സ്ത്രീലിംഗത്തിലെ ഫസ്റ്റ് മുലാരി എന്താണ്? തർജിഉ, അല്ലെ? മുലാരി വരുമ്പോ നമുക്കറിയാം നമ്മൾ ആദ്യത്തിലാണ് എന്ത് വരിക? ത വരിക. ഓക്കെ, അപ്പൊ അത് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ റജഅത്ത് ലാസ്റ്റ് ആണ് ത വന്നത്. മുലാരി ആവുമ്പോ ഫസ്റ്റ് താഇന് ഇട്ട് കൊടുക്കുക, തർജിഉ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. നല്ലഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി എന്നാണ്, അല്ലെ? അതിന്റെ ഡയറക്റ്റ് മുലാരി നിങ്ങൾക്കറിയാലോ, എന്താണ്? യുനല്ലിഫു. എന്താണ്? യുനല്ലിഫു എന്നാണ് അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത്. അടുത്തത് വസല, അവര് രണ്ടുപേരും വൃത്തിയാക്കി. ബോയ് ആണ്, അല്ലെ? ബോയ്സ് രണ്ടാളും വൃത്തിയാക്കി. അപ്പൊ അതിന്റെ മുലാരിയായ ഫോം എങ്ങനെയായിരിക്കും? അപ്പൊ നമ്മൾ ആദ്യം ഇതിന് എത്രാമത്തെ ഫോം ആണെന്ന് നോക്കണം. വസല, വസല എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാള് വൃത്തിയാക്കി, അല്ലെ? അപ്പൊ അതിന്റെ മുലാരിയായ ഫസ്റ്റത്തെ ഫോം എന്താ? യഗ്സിലു, അല്ലെ? യ ചേർത്ത് കൊടുക്കണം. യഗ്സിലു, യഗ്സിലാനി, അല്ലെ? യഗ്സിലാനി. കണ്ടോ, യഗ്സിലു, യഗ്സിലാനി ആണ്, അല്ലെ? മുലാരി ആകുമ്പോൾ നമ്മൾ ആനി ചേർക്കണം, ഊനയും ചേർക്കണം. മറ്റടുത്ത് ആയും ഊയും മതി. മാലിയില് ആ, ഊ, മുലാരിയില് ആനി, ഊന, അങ്ങനെയാണ്. ഓക്കെ, എന്താണ്? വസലാ, വസലൂ, യഗ്സിലാനി, യഗ്സിലൂന. കണ്ടോ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ഫോം ഇതല്ലേ ഇതിന്റെ രണ്ടാമത്തെ ഫോം? യഗ്സിലാനി. അപ്പൊ അതിവിടെ എഴുതി കൊടുക്കണം. അടുത്തത് റത്തബത്താ,
ല്ലേ? റത്തബത്താ. അപ്പൊ എങ്ങനെയാ വരിക? റത്തബത്ത് ല്ലേ? റത്തബത്ത് അതായത് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. റത്തബത്ത് റത്തബത്താ എന്നാണ് വരുന്നത്. റത്തബത്ത് റത്തബത്താ. അപ്പൊ അതിനെ നമ്മൾ മുലാരിയിലേക്ക് മാറ്റുമ്പോ എങ്ങനെ? റത്തബ എന്നുള്ളതിന്റെ മുലാരി എന്താണ്? യുറത്തിബു. അപ്പോ യുറത്തിബു, യുറത്തിബാനി, യുറത്തിബൂന, തുറത്തിബു ല്ലേ? എങ്ങനെയാ വരിക? തുറത്തിബു, തുറത്തിബു, തുറത്തി ബാനി ല്ലേ? എങ്ങനെയാ വരിക? കറക്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് ഫോമിലാ വരുന്നത്? കറക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. തുറത്തിബു. അതിന്റെ ഫീമെയിൽ വേർഷൻ വരുന്ന സമയത്ത് താഇനെ നമ്മൾ ഫസ്റ്റിൽ ആഡ് ചെയ്യും. കാരണം എന്താണ്? മാലിയിൽ നമ്മൾ താഇനെ ലാസ്റ്റിലാണ് ആഡ് ചെയ്യുന്നത്. മുലാരി ആവുമ്പോൾ താഇനെ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കണ്ടോ, നിങ്ങൾ ആൻസർ ഇവിടെ മാം കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. കണ്ടോ, മുലാരി ആകുമ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് എന്ത് കൊടുക്കുന്നത്? കണ്ടോ, താ കൊടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ തുറത്തിബാനിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, തുറത്തിബാനി, തുറത്തിബു, തുറത്തിബാനി. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എന്തുകൊണ്ടാ മക്കളെ അങ്ങനെ വന്നത്? ഇവിടെ കണ്ടോ, റത്തബത്ത എന്നുള്ളതിന്റെ റത്തബത്ത എന്ന് പറഞ്ഞാൽ ഫിഅൽ മാളിയാണ്, രണ്ടാമത്തെ ഫോമാണ്, മുഅന്നസ് ആണ്. ഇനി അതിനെ മുലാരിയിലേക്ക്, രണ്ടാമത്തെ ഫോമിലേക്ക്, മുഅന്നസിലേക്ക് മാറ്റണം. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ യുറത്തിബു, യുറത്തിബാനി, യുറത്തിബൂന, തുറത്തിബു, തുറത്തിബാനി എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാം എന്തായാലും നമ്മളെ എന്ത് ചെയ്യും? ലൈവ് സെഷനിൽ ഡിസ്കഷൻ ചെയ്യൂ കേട്ടോ. അപ്പൊ എല്ലാവരും വളരെ ടൈം എടുത്ത് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, കണ്ടോ, യുനല്ലിഫു. ഇനി നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. യുനല്ലിഫു എന്നുള്ളതിന്റെ മാലിയായ ഫോം എങ്ങനെയാ വരിക? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇതിപ്പോ നമ്മൾ മുലാരിയായ ഫോമിലേക്കാണ് മാറ്റിയത്. ഇനി യുനല്ലിഫുവിന്റെ മാലി എങ്ങനെയായിരിക്കും? അത് നേരെ ഡയറക്റ്റ് ആയിട്ട് ആദ്യം എന്ത് ചെയ്യണം? യുനല്ലിഫു ഫസ്റ്റ് ഫോം ആണോ എന്ന് നോക്കണം. ഓക്കെ, യുനല്ലിഫു എന്നുള്ളത് ഫസ്റ്റ് ഫോം അല്ലേ? ആണ്. അപ്പൊ അതിന്റെ മാലിയിലെ ഫസ്റ്റ് ഫോം ആണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ? അപ്പോ എന്താണ് എഴുതുക? നല്ലഫ ല്ലേ? നല്ലഫ എന്നുള്ളതിന്റെ എന്താണ്? മുലാരിയാണ് യുനല്ലിഫു. അടുത്ത നോക്കിയേ, യുസാഇദുഹു. അതിന്റെ ഫസ്റ്റ് ഫോം ആണ്, നമുക്ക് ഒരു സംശയമില്ല. അപ്പൊ അതിന്റെ മാലി എങ്ങനെ എഴുതും? സാഅദ ല്ലേ? സാഅദ യുസാഇദു. യഗ്സിലാനി എന്നുള്ളതിന്റെ എങ്ങനെയാ വരിക? യഗ്സിലാനി എങ്ങനെയാ വരിക? അപ്പൊ യഗ്സിലു, യഗ്സിലാനി. കണ്ടോ, രണ്ടാമത്തെ ഫോം ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ മാലിയിലേക്ക് മാറ്റുക. ഗസല, ഗസലാ. കണ്ടോ, രണ്ടാമത്തെ ഫോം ആയില്ലേ? അപ്പൊ അതിന് നമുക്ക് ഗസല എന്ന് എഴുതി കൊടുക്കാം. ഗസല. അങ്ങനെ ഓരോന്ന് നമ്മൾ മാറ്റുകയാണെങ്കിലും കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഒരു ഫോം കണ്ടാൽ, ഒരു വേർഡ് കണ്ടാൽ അതാദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇപ്പോൾ മാലിനെ മുലാരിയാക്കാനും മുലാരിയെ മാലിയാക്കാനും ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം ആ ഫോം എവിടെയാണെന്ന് നോക്കുക. ഏത് എന്താ പറയാ ഇതിലാണെന്നുള്ളത് നോക്കുക. എന്താ പറയാ സെഷനിലാണ് വരുന്നത്, സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നോക്കുക. അത് എത്രാമത്തെ എന്താ പറയാ സെക്ഷനിലാണ് അത് വരുന്നത്, എത്രാമത്തെ ഫോമിലാണ് വരുന്നത് എന്ന് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് നോക്കട്ടോ. അടുത്തത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഓക്കെ ഓക്കെ, തക്തുബാനി. ഓക്കെ, തക്തുബാനി ഇതാണ് ഞാൻ പറയുന്ന വേർഡ്. ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ നേരെ മുലാരിയാക്കി മാറ്റണം. ഇതാണ് ക്വസ്റ്റ്യൻ. തക്തുബാനി എന്നുള്ളതിനെ മാലിയാക്കി മാറ്റണം. ഓക്കെ, തക്തുബാനിനെ നമ്മൾ മാലിയാക്കി മാറ്റുന്ന സമയത്ത് എങ്ങനെ വരും? നിങ്ങൾ പാഠഭാഗത്ത് നമ്മൾ ക്വസ്റ്റ്യൻ തക്തുബാനിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ മാലിയാക്കി മാറ്റാനാണ് പറഞ്ഞത് അല്ലെ? ക്വസ്റ്റ്യൻ എന്താണ്? തക്തുബാനി. ഓക്കെ, തക്തുബാനി ല്ലേ? അപ്പൊ അതിനെ മാലിയാക്കുമ്പോ അതിന്റെ ആദ്യത്തെ ഫോം മാലി ഏതാണ്? കെത്തബയാണ് ല്ലേ? കെത്തബ. ഓക്കെ, അപ്പൊ ഇത് ഏതാണ്? ഇത് എത്രാമത്തെ ഫോമാണ്? തക്തുബു, തെക്തുബാനി രണ്ടാമത്തെ ഫോമാണ്. ഏതാ കാറ്റഗറി? താ വന്നതുകൊണ്ട് മുഅന്നസ് ആണ്.
അല്ലെ? അപ്പൊ മുഅന്നസിലെ രണ്ടാമത്തെ ഫോമാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇത് മുഅന്നസിലെ രണ്ടാമത്തെ ഫോമാണ്. പക്ഷെ ഇത് നമുക്ക് മാലിയിലെ മുഅന്നസിലെ രണ്ടാമത്തെ ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ ഇതാണ് മാലിന്റെ. അപ്പൊ നമ്മൾ ആദ്യം മാലി സൊർഫ് ചെയ്ത് നോക്കണം. അപ്പൊ മാലിയിൽ മുഅന്നസ് എന്ന് പറയുന്നത് ഇത് ഈ സെഷനാണ്. അതിന്റെ രണ്ടാമത്തെ ഫോം ഇതാണ്. കണ്ടോ? എന്താ വരിക? തെക്തുബാനി എന്നുള്ളത് തെക്തുബു, തെക്തുബാനി, തെക്തുബു, തെക്തുബാനി എന്നുള്ളത് കണ്ടോ? തഫ്അലാനി ഈ രൂപത്തിലാണ് അത് വരുന്നത്. കണ്ടില്ലേ നിങ്ങളെ? തഫ്അലു, തഫ്അല, സോറി, അതെന്നോട് മാറിയതാണ്. മാലിയല്ല, ഇത് മുലാരിയിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. തക്തുബു എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യണം? മുലാരിയിലേക്ക് എന്ത് ചെയ്യണം? സോറി, കെത്തബ എന്നുള്ളതാണ് അല്ലെ? അതിന്റെ മാലി എന്താണ്? കെത്തബയാണ്. അപ്പൊ മാം പറഞ്ഞത് മാറിയതാണ്. അപ്പൊ ഇത് കറക്റ്റ് തഫ്അലാനി എന്നുള്ള വസനിലാണ്. തെക്തുബാനി വന്നത് തഫ്അലാനി എന്നുള്ള വസനിലാണ്. നമുക്ക് ഇതിന്റെ മാലി ആയിട്ടുള്ള ഫോമായ കെത്തബയുടെ രണ്ടാമത്തെ ഫോമിലെ മുഅന്നസാണ് കിട്ടേണ്ടത്. ഓക്കെ, കെത്തബ ഇപ്പൊ ഉണ്ടോ? അപ്പൊ മാമിന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. അപ്പൊ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം. അപ്പൊ ഈ തെക്തുബാനിനെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം, ക്ലിയർ ആക്കി തരാം. തെക്തുബാനി എന്നുള്ളതിനെ നമ്മൾ അതിന്റെ മാലിയായ ഫോമിലേക്ക് മാറ്റണം. മാലിയായ ഫോമിൽ തക്തുബു എന്നുള്ളതിന്റെ മാലിയാണ് കെത്തബ. കെത്തബേനെ നമ്മൾ അതിന്റെ രണ്ടാമത്തെ ഫോം, മുഅന്നസിലെ രണ്ടാമത്തെ ഫോമിലേക്ക് മാറ്റണം. അപ്പൊ ആദ്യം നമ്മൾ കെത്തബ, കെത്തബ, കണ്ടോ? കെത്തബ, കെത്തബ, കെത്തബൂ. എവിടെ പോയി നമ്മളെ മാലി? ഇതാണ് മാലി ആയത്. അപ്പോ കെത്തബ, കെത്തബ, കെത്തബൂ, കെത്തബത്ത്, കെത്തബത്ത. കണ്ടോ? ഇപ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് വന്നത്. കണ്ടോ? തെക്തുബാനി എന്നുള്ളതിന്റെ കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? കെത്തബത്ത എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ? ഒരു സെക്കൻഡ് നമ്മളെ മൈൻഡ് മാറിയപ്പോഴേക്ക് കണ്ടോ? ഞാനിപ്പോ എന്റെ ഫോണിലേക്കൊന്ന് ഒരു കോള് വന്നേ, ആ കോളൊന്ന് നോക്കിയപ്പോഴേക്ക് എന്റെ മൈൻഡിൽ നിന്ന് ഇത് പോയി. മനസ്സിലായോ? അപ്പൊ ആ സമയത്താണ് ഇത് ഡൈവേർട്ട് ആയി പോയത്. അപ്പൊ അത്രയും മൈന്യൂട്ടായ സമയത്ത് നമ്മള് മൈൻഡിലേക്ക് ഈ സാധനം എന്ത് ചെയ്യും? എന്താ പറയാ, മറച്ചിടും. അതായത് നമ്മൾ വിചാരിച്ച സാധനം അല്ലായിരിക്കൂല നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. അപ്പൊ നേരത്തെ എന്നോട് തന്നെ ഇത് തെറ്റിപ്പോയുള്ള മെയിൻ റീസൺ എന്താണ്? ഒരു സെക്കൻഡ് എൻ്റെ മൈൻഡ് അങ്ങോട്ട് മാറിപ്പോയതാണ് അങ്ങോട്ട് റീസൺ ആയ കാരണം. അതുകൊണ്ട് നിങ്ങൾ ഇത് കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് എഴുതണം. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, കറക്റ്റ് നോട്ട് ചെയ്ത് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നന്നായിട്ട് പണി കിട്ടും. ഓക്കെ, അപ്പോ തെക്തുബാനി എന്നുള്ളതിന്റെ മാലിയായ ഫിഅലാണ് കെത്തബത്ത എന്നുള്ളത്. ഓക്കെ, ഇത് ഫിഅല് മുലാരിയാണ്. മുലാരിയിലെ രണ്ടാമത്തെ ഫോമാണ്. ഓക്കെ, മുലാരിയിലെ മുഅന്നസിലെ രണ്ടാമത്തെ ഫോമാണ് തെക്തുബാനി. ഇനി നമുക്കിതിനെ മാലിയിലെ മുഅന്നസിലെ രണ്ടാമത്തെ ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? മാറ്റണം. അതാണ് ഈ ഫോം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്. അടപ്പോയത് യെസ്, ഇവിടെ നോക്കിയേ. ഇത് ശരിക്കും നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു ഫോം ആയിരുന്നു. അതായത് നമ്മൾ ചെയ്യേണ്ടത് ഹമല, ലബിസത്ത്, ഫതഹത്ത്, ജലസത്ത്, ഖറജു. കണ്ടോ നിങ്ങള്? ഇതൊക്കെ എന്താണ്? മാലി ആയിട്ടുള്ള ഫോമുകളാണ്. ഇതൊക്കെ എന്താണ്? യൻസിലു, തസീലു, യഫീലു, തഅസിഫു, തദ്ഫഉ. ഇതൊക്കെ മുലാരി ആയിട്ടുള്ള ഫോമുകളാണ്. കണ്ടോ? കാരണം അതിന്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? യാ ഓ അല്ലെങ്കിൽ താ ഓ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഹമല. അതിന്റെ മുലാരി എന്താണ്? എന്താ മക്കളെ? ഹമലന്റെ മുലാരി യഹ്മിലു അല്ലെ? ലബിസത്ത്. ഓക്കെ, അതിന്റെ മുലാരി എന്താ? ലബിസത്തിന്റെ മുലാരി എന്താ മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലബിസത്ത്, അതിന്റെ മുലാരി എന്താണ്? ലബിസ എന്നുള്ളതിന്റെ മുലാരി എന്താണ്? യൽബസു അല്ലെ? ലബിസ യൽബസു. അപ്പൊ യൽബസു, യൽബസാനി, യൽബസൂന, തൽബസു അല്ലെ? അപ്പൊ ഈ താഇനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടിടുക, തൽബസു ആയിട്ട് മാറും. ഓക്കെ, തൽബസു. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഫതഹത്തു. ഫതഹത്ത് എന്നുള്ളതിൻ്റെ എങ്ങനെയാണ്?
തഫ്തഹു അല്ലെ, തഫ്തഹു. കാരണം ആ തായിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടിടാം. ഇതേപോലെ തായിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയിട്ടാൽ നേരെ മുലാരിയാവും. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അങ്ങനെ. ഇനി ഹറജു എന്നുള്ളതിന്റെ മുലാരി എങ്ങനെ വരിക, ഹറജു. ഒന്നാലോചിച്ച് നോക്കിയേ, ഹറജു എന്നുള്ളത് എങ്ങനെയാണ്, ഹറജ, ഹറജ, ഹറജു. മൂന്നാമത്തെ ഫോമാണ്. മാലിയാണോ മുലാരിയാണോ, മാലിന്റെ മൂന്നാമത്തെ ഫോമാണ്. പുല്ലിംഗവുമാണ് അല്ലെ, പുല്ലിംഗവുമാണ്. അപ്പൊ 3 കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ ഇതിനെ മുലാരിയിലെ മൂന്നാമത്തെ പുല്ലിംഗ ഫോമിലേക്ക് ഇത് മാറ്റണം അല്ലെ. അപ്പൊ മുലാരിയിലെ ആദ്യം മുലാരിയാക്കുക, എന്നിട്ട് അതിനെ മൂന്നാമത്തെ ഫോമിലേക്ക് പുല്ലിംഗമാക്കുക, എന്നിട്ട് അതിന് മൂന്നാമത്തെ ഫോമിലേക്ക് മാറ്റുക. അപ്പൊ ഹറജന്റെ മുലാരിയാണ് യഹ്റുജു, യഹ്റുജു, യഹ്റുജാനി, യഹ്റുജൂന അല്ലെ. അപ്പൊ അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. യഹ്റുജൂന എന്നാണ് ഇവിടെ വരിക. ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാവരും കറക്റ്റായിട്ട് ഇത് ചെയ്ത് പഠിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് ഒരു പാരഗ്രാഫ് അങ്ങോട്ട് തരും. എന്നിട്ട് ആ പാരഗ്രാഫ് നിങ്ങളോട് പറയും എന്ത് ചെയ്യാന്, ഇതിലുള്ള മാലിയായ പദങ്ങളെ മുലാരിയാക്കൂ, മുലാരിയായ പദങ്ങളെ മാലിയാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളാക്കും. അപ്പോൾ നേരത്തെ മാമിന് പറ്റിയ പോലെ ജസ്റ്റ് ഒരു മൈൻഡ് മാറിപ്പോയാൽ നമുക്ക് ഇതിന്റെ ഫോം മാറും, ഇതിന്റെ എന്താ പറയാ കാറ്റഗറി, പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നുള്ളത് മാറും. അപ്പൊ അതൊക്കെ നിങ്ങൾ സൈഡിൽ എഴുതി നോക്കിയിട്ട് വേണം ആൻസർ എന്ത് ചെയ്യാന്, എഴുതി കൊടുക്കാൻ. ഓക്കെ ആണല്ലോ മക്കളെ, സെറ്റ് ആണല്ലോ. അപ്പൊ ഇനി ഇതൊന്നും കൂടെ മാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ പറയുന്നുണ്ടാവും ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, എല്ലാ മക്കളും. സോ എക്സാമിന്റെ തലേ ദിവസമായിരിക്കും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവുക. 3 മണിക്കായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പം കാരണം എക്സാമിന്റെ തലേന്ന് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരു 3 മണിക്കായിരിക്കും, നിങ്ങളെ പകല് 3 മണിക്കായിരിക്കും ലൈവ് ഉണ്ടാവുക. സോ എല്ലാ കുഞ്ഞുങ്ങളും ലൈവില് നന്നായിട്ട് ശ്രദ്ധിച്ച് ഒന്നും കൂടെ ഇത് സെറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാ എല്ലാവർക്കും മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.